പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 4 പേരാരാ? ആ 4 പേരാരാ? ഏതെങ്കിലും 4 പേര് പറഞ്ഞാ പോരാ. ഏതെങ്കിലും 4 പേര് പറഞ്ഞാ പോരാ. പടച്ചവനെ, പറയേണ്ട ഒന്നാമത്തെ ആളാരാണെന്നറിയുമോ? പറയേണ്ട ഒന്നാമത്തെ ആളാരാണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ 63-ാമത്തെ വയസ്സിലെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 അല്ലാഹുവിന്റെ പ്രവാചകന് ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറയുമ്പോ മരണവാർത്ത അറിഞ്ഞവർ നിലവിളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് ലോകത്തോട് വിട പറഞ്ഞു എന്ന് അറിഞ്ഞവർ കരയുകയാണ്. എല്ലാവരും വീടിനകത്ത് നിന്ന് നിലവിളിച്ചുകൊണ്ട് വീടിന്റെ പുറത്തേക്ക് ഓടുകയാണ്. പ്രായമുള്ളവനാകട്ടെ, കുട്ടികളാകട്ടെ, യുവാക്കളാകട്ടെ, രോഗികളാകട്ടെ, ആണുങ്ങളാകട്ടെ, പെണ്ണുങ്ങളാകട്ടെ, അതാ പടച്ചവനെ, ലോകത്തിന്റെ നേതാവിന്റെ മരണവാർത്ത അറിയുമ്പോ നിലവിളിച്ചുകൊണ്ട് മസ്ജിദ് നബവിയുടെ പരിസരത്തേക്ക് ജനങ്ങൾ മുഴുവനും ഓടുകയാണ്. പടച്ചവനെ, ഒരു നാട് മുഴുവനും കരയുകയാണ്. ഒരു നാട് മുഴുവനും കരയുകയാണ്. മദീന മുഴുവനും തേങ്ങുകയാണ്. പടച്ചവനെ, കരയല്ലേ എന്ന് പറയാൻ പോലും ഒരാളില്ല. കരയല്ലേ, പടച്ചറപ്പിന്റെ തീരുമാനമാണെന്നൊന്ന് സമാധാനിപ്പിക്കാറ്. ഈ നാട്ടിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ആ കരയുന്ന കുടുംബക്കാരനോട് കരയല്ലേ എന്ന് സമാധാനിപ്പിക്കാറ് ഒരാളെങ്കിലും കാണുമല്ലോ. എന്നാ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് നടന്നപ്പോ സമാധാനിപ്പിക്കാൻ ആളില്ല. സമാധാനിപ്പിക്കേണ്ട ആൾക്കാര് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നാട്ടിലില്ല. ഉമർ തങ്ങളാണെങ്കിൽ ഊരിപ്പിടിച്ച വാളുമായി നബി തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വബോധം നഷ്ടപ്പെട്ട ആളെ പോലെ നടക്കുകയാണ്. ആരാണടാ എന്റെ നബി തങ്ങൾ വഫാത്തായെന്ന് പറയുന്നത്? പറയുന്നവന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞു ഉമർ വാള് പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഉസ്മാൻ തങ്ങളെ തടർന്നു കിടക്കുകയാണ്. അലിയാർ തങ്ങൾ മിണ്ടുന്നില്ല. ബിലാൽ തങ്ങളെ തടർന്നു കിടക്കുകയാണ്. സഹാബത്ത് മുഴുവനും കരയുകയാണ്. സമാധാനിപ്പിക്കാൻ പോലും ഒരാളുമില്ല. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞപ്പോ തിങ്കളാഴ്ചയാണ് നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത്. തിങ്കൾ കഴിഞ്ഞു, ചൊവ്വ കഴിഞ്ഞു, ബുധനാഴ്ചയായി. നബി തങ്ങളുടെ ജനാസ എവിടെ തന്നെ ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ജനാസ എവിടെ വെക്കേണ്ടി വന്നതെന്നറിയോ? നേതൃത്വമില്ലടോ, നേതാവില്ലടോ. എന്ത് ചെയ്യണമെന്ന് പറയാൻ ഒരാളില്ല. എവിടെയാണ് ഖബറടക്കേണ്ടത്? ആരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്? ആരാണ് കഫം പൊതിയേണ്ടത്? പടച്ചവനെ, മയ്യത്ത് നിസ്കരിക്കണോ വേണ്ടയോ പറയാൻ ഒരാള് പോലുമില്ലാതെ പ്രവാചകന്റെ ജനാസ എവിടെ വെച്ചിരിക്കുകയാണ്. അവസാനം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കടന്നു വരികയാണ്. പടച്ചവനെ, ലോലമായ ഹൃദയത്തിന്റെ ഉടമയാണ്. ധൈര്യമില്ലാത്ത സ്വഹാബിയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് പ്രത്യേകമായിട്ടുള്ള ഒരു ധൈര്യം കൊടുത്തു. നബി തങ്ങളുടെ വീടിനകത്തേക്ക് കടന്നു വന്നു. അവസാനം മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കയറി നിന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. സ്വഹാബാ, പടച്ചവനെ, അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. ഒരു നേതാവ് കടന്നു വന്നു. ഇസ്ലാമിന് ഒരു നേതാവ് കടന്നു വന്നു. പടച്ചവനെ, പ്രവാചകന്മാര് വഫാത്താകുന്ന സ്ഥലത്ത് തന്നെയാണ് ഖബറടക്കേണ്ടത്. പടച്ചവനെ, ആരാണ് ഖബർ കുടിക്കേണ്ടത്? ആരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്? ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടി പടച്ചവന് എല്ലാവരും ഒറ്റയ്ക്ക് നിന്ന് നിസ്കരിച്ചിട്ട് പ്രവാചകന്റെ ജനാസ ഖബറടക്കുകയാ.
അങ്ങനെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. 2 വർഷവും 3 മാസവും അല്ലാഹുവേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ഭരണം നടത്തുകയാ. പടച്ചവനെ അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലായി തന്റെ മരണമടുത്തെന്ന് മനസ്സിലായപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ചിന്തിക്കുന്നു, ഇനി ഒരു ഖലീഫയെ തെരഞ്ഞെടുക്കണമല്ലോ, ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയെ തെരഞ്ഞെടുക്കണമല്ലോ. ഇല്ലെങ്കിൽ പ്രവാചകന്റെ ജനാസ വെക്കേണ്ടി വന്നത് നേതാവില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് 2ാമത്തെ ഖലീഫയെ തെരഞ്ഞെടുക്കണമല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 2ാമത്തെ ഖലീഫയെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ആരുടെ പേരാണ് ഓർമ്മ വന്നതെന്നറിയുമോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളുടെ പേരാണ് ഓർമ്മ വന്നത്. പടച്ചവനെ ഉമർ തങ്ങളെ ഖലീഫയാക്കാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലൊരു ചിന്ത വരുന്നത്, അല്ലാഹുവേ ഉമറിനെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, സാധാരണ കാണുന്നത് പോലെ എപ്പോഴും ഞാൻ ഉമറിനെ കാണാറുണ്ട്. പരസ്യമായി നോക്കിയാ ഉമർ നല്ലവനാണ്, പരസ്യമായി നോക്കുകയാണെങ്കിൽ ഉമർ നല്ലവരാണ്, അല്ലാഹുവിനെ പേടിയുള്ളവനാണ്. എന്നാൽ രഹസ്യമായ ജീവിതത്തിൽ ഉമർ അല്ലാഹുവിനെ പേടിയുള്ളവനാണോ? ഉമറിനെ കുറിച്ച് എനിക്കറിയില്ലല്ലോ. പരസ്യമായി നോക്കിയാ നല്ലവനാണ്, രഹസ്യമായി ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഉമറിനെ കുറിച്ച് അറിയണം. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയക്കുന്നവന് വേണം അധികാരം കൊടുക്കാൻ. അതുകൊണ്ട് ഉമർ തങ്ങളെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അതിനെന്ത് ചെയ്തെന്നറിയുമോ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉസ്മാൻ തങ്ങളെ വിളിക്കുകയാണ്. ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ വിളിക്കുകയാണ്. എന്തിനാണ് ഉസ്മാനിനെ വിളിക്കാൻ കാരണമെന്നറിയുമോ? ഈ ഉമറിന്റെ ഫ്രണ്ടാണ്, ഈ ഉമറിന്റെ സുഹൃത്താണ്, ഈ ഉമറിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഉസ്മാൻ. ഇവര് 2 പേരും ഒരുമിച്ചാണ് നടക്കുന്നത്. ഇവര് 2 പേരും വല്ലാത്ത ചങ്കകളാണ്. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഉസ്മാൻ, ഉമറിനെ ഭരണമേൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ല ഉസ്മാൻ. നീ കൂട്ടുകാരനാണല്ലോ, എപ്പോഴും ഉമറിന്റെ കൂടെ നടക്കുന്നവനാണല്ലോ. അതുകൊണ്ട് ഉസ്മാനെ, എനിക്ക് നീ ഉമറിന്റെ സ്വഭാവം ഒന്ന് പറഞ്ഞു തരുമോ? അഖ്ബിർനീ അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയോട് അതാ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഉസ്മാൻ തങ്ങളെ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വല്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിനെ കൊണ്ട് തന്നെയാണ് സത്യം. ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ.
ഉമർ നല്ലവനാണ്, ഉമർ നല്ലവനാണ്. രഹസ്യമായ ജീവിതത്തിലും പരസ്യമായ ജീവിതത്തിലും എൻ്റെ ഉമർ അല്ലാഹുവിനെ പേടിയുള്ളവനാ. ഞാനാണ് സാക്ഷി പറയുന്നത്, ഞാനാണ് സാക്ഷി പറയുന്നത്. ഉമറിന് അധികാരം ധൈര്യമായിട്ട് കൊടുക്കാ. ഉമർ നല്ലവനാ, ഉമർ നല്ലവനാ. പടച്ചവനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് അവിടുന്ന് അല്ലാഹുവിനെ സാക്ഷി പറഞ്ഞിട്ട് അവിടുന്ന് സാക്ഷി നിർത്തിയിട്ട് അവിടുന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഉപ്പമാരോട് ചെറുപ്പക്കാരോട്, ഉമ്മ പെങ്ങളെ, അല്ലാഹുവിന്റെ മുമ്പിൽ നീ മരിച്ചതിന് ശേഷം നീ നല്ലവളായിരുന്നു, നീ നല്ലവനായിരുന്നു എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആള്. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ നല്ലവരായിരുന്നു എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആള് നമ്മുടെ കൂട്ടുകാരനാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ നല്ലവനായിരുന്നു എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആള് നിന്റെ കൂടെ രാവും പകലും നടക്കുന്ന നിന്റെ കൂട്ടുകാരനാ. നിന്റെ കൂട്ടുകാരി പറയണം നീ നല്ലവളാണെന്ന്, നിന്റെ കൂട്ടുകാരി പറയണം നീ നല്ലവളാണെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പറയാൻ ഒരു നല്ല കൂട്ടുകാരനോ കൂട്ടുകാരിയോ നമുക്കുള്ള ആർക്കാ ഉള്ളത്? നല്ല ഫ്രണ്ട് ഉണ്ടോ? നിനക്ക് സ്വർഗം വാങ്ങിത്തരാ. അല്ലാഹുവിന്റെ മുമ്പിൽ ധൈര്യമായിട്ട് പോയി നിന്നിട്ട് പടച്ചവര്, ഇവൻ എന്റെ ഫ്രണ്ടാ അല്ലാ, ഇവൻ നല്ലവനാണല്ലോ എന്ന് പടച്ച റബ്ബിനോട് പറഞ്ഞിട്ട് നിനക്ക് സ്വർഗം വാങ്ങിത്തരാൻ ഒരു നല്ല കൂട്ടുകാരൻ ആർക്കാ ഉള്ളത്? പെങ്ങളെ, ഒരു നല്ല കൂട്ടുകാരി ഉണ്ടോ? നമ്മുടെ കൂട്ടുകാർ മുഴുവനും നമ്മളെ പിഴപ്പിക്കുന്നവരാണോ? നമ്മളെ പിഴപ്പിച്ചത് നമ്മുടെ ഫ്രണ്ടല്ലേ. വീടി വലിക്കാൻ പഠിപ്പിച്ചതാരോ? പടച്ചവനെ, ലഹരി ഉപയോഗിക്കാൻ പഠിപ്പിച്ചതാരോ? കഞ്ചാവും കള്ളും കുടിക്കാൻ പഠിപ്പിച്ചതാരോ? സിനിമയ്ക്ക് പോകാൻ പഠിപ്പിച്ചതാരോ? കള്ളത്തരങ്ങള് കാണിക്കാൻ പഠിപ്പിച്ചതാരോ? പെങ്ങള്, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചിരുന്ന നീ കൂട്ടുകാരി കാമുകനെ കാണാൻ പോയപ്പോ കാവല് നിൽക്കാൻ പോയവളല്ലേ. ഇന്നും നിനക്ക് ആവശ്യത്തിന് കാമുകന്മാരെ നിനക്ക് ഒപ്പിച്ചു തന്നതാരാ? നിന്നെ പിഴപ്പിച്ചതാരാ? നിന്നെ നശിപ്പിച്ചതാരാ? നിന്റെ ഫ്രണ്ടല്ലേ, നിന്റെ പെണ്ണല്ലേ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കണമടോ, നല്ല ഫ്രണ്ട്സുകളെ തെരഞ്ഞെടുക്കണമടോ. ഫ്രണ്ട്സുകളെ തെരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. എന്താണ് പ്രതിഫലമെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കോടാരി കോടാരി വരുന്ന ജനങ്ങൾ നിൽക്കുമ്പോ നിബിധങ്ങൾ പറയുകയാ, നല്ല ഫ്രണ്ട്സുകളെ തെരഞ്ഞെടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഉഗതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, മലതാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ ജനങ്ങൾ മുഴുവനും കടന്നു വരുന്ന പടച്ചറപ്പിന്റെ ഭയാനകമായ പരലോകമുണ്ടല്ലോ. പിറപ്പ് ചെറുപ്പക്കാരാ, നീ പറയുന്നത് വല്ലാത്ത ചൂടാണെന്നല്ലേ ഉസ്താദേ? ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത ചൂടാണ്, വല്ലാത്ത വിയർപ്പാട്. നിങ്ങളെ 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യൻ അസ്തമിച്ചിട്ട് 11 മണിയെടുത്തു. ഇപ്പോഴും വിയർക്കുകയാ, ഇപ്പോഴും ചൂടെടുക്കുകയാ. ഇത് വലിയ ചൂടാണെന്ന് നീ പറയുന്നു, ഇത് വല്ലാത്ത വിയർപ്പാണെന്ന് പറയുന്നു. എങ്കിലെ ചെറുപ്പക്കാരാ, ഇതൊന്നും ഒരു ചൂടല്ല, ഇതൊന്നും ഒരു വിയർപ്പല്ല. ചൂടൊക്കെ എവിടെയാണെന്നറിയോ? ചൂടൊക്കെ എവിടെയാണെന്നറിയുവോ? ചൂടുള്ള നാളുണ്ടേ, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ.
വൻദോഷ വണ്ടിയുമായി വരുന്നേ കാള ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള എല്ലാരും പറയുന്നത് വല്ലാത്ത ചൂടാണെന്നാ ഉസ്താദെ വല്ലാത്ത ചൂട് വല്ലാത്ത വിയർപ്പ് 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല എനിക്ക് നിങ്ങൾക്കും എന്നാൽ തലയുടെ ഒരു ചാണ് മുകളിൽ സൂര്യൻ വരുന്ന ദിവസമാണ് മഹ്ശറ നീ ചോറ് വെക്കുമല്ലോ വീട്ടില് കലത്തിനകത്ത് കിടന്ന് ചോറ് തിളച്ചിട്ട് അതിന്റെ മുകളിലൂടെ ഇങ്ങനെ നിറഞ്ഞ് കവിയാറില്ലേ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോട് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മഹ്ശറ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ആ പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ അർശിന്റെ താഴെ ഇതുപോലെ ഒരു സ്റ്റേജ് കാണാം അള്ളാഹുവിന്റെ അർശിന്റെ താഴെ ഇപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ കയറിയിരിക്കുക ആവശ്യത്തിന് സ്ഥലമുണ്ട് ഒരു കസേര എടുത്തോണ്ട് വന്നിരുന്നാ മതി ആരും ഒന്നും പറയില്ല എന്നാൽ അള്ളാഹുവിന്റെ അർശിന്റെ താഴെ ഒരു സ്റ്റേജ് ഉണ്ട് അവിടെ 7 വിഭാഗം ആൾക്കാർക്ക് കസേരയുണ്ട് അള്ളാഹുവിന്റെ അർശിന്റെ താഴെ നാളെ 7 വിഭാഗം ആൾക്കാർ അള്ളാഹു ആദരിക്കും ആ സ്റ്റേജിനകത്ത് ഇരിക്കേണ്ട വിവിഐപികൾ 7 വിഭാഗമാ ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുവോ ചെറുപ്പക്കാരാ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച 2 കൂട്ടുകാർ അള്ളാഹിന് വേണ്ടി സ്നേഹിച്ച 2 കൂട്ടുകാർ പെങ്ങളെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച 2 പെണ്ണുങ്ങളുണ്ടല്ലോ അവർക്ക് നാളെ അവിടെ ഒരു സീറ്റ് ഉണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കു വാപ്പമാര് നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുത്തോ ഉസ്താദ് പറഞ്ഞല്ലോ ഖതീബ് പറഞ്ഞല്ലോ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു സിംഹാസനം കൊണ്ടുവരികയാണ് നബി തങ്ങൾ ആ സിംഹാസനത്തിന്റെ മഹത്വം പറഞ്ഞു കൊടുത്തു എന്നിട്ട് ചോദിച്ചു സ്വഹാബ ഈ സിംഹാസനം ആർക്കുള്ളതാണെന്നറിയുവോ യാ റസൂലല്ലാഹ് അത് പ്രവാചകന്മാർക്കുള്ളതാണോ നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അല്ല സ്വഹാബ ശുഹദാക്കൾക്കുള്ളതാണോ നബിയേ അല്ല സ്വഹാബ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് പ്രവാചകന്മാര് കൊതിക്കുകയാണ് ശുഹദാക്കൾ കൊതിക്കുകയാണ് ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് അവര് കൊതിക്കുമാ സിംഹാസനം ഒന്ന് കിട്ടാറ് ബദറിലും ഉഹദിലും ഹംദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലുമല്ല പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാക്കൾ അവര് കൊതിക്കുമാ സിംഹാസനം ഒന്ന് കിട്ടാറ് അതാർക്കുള്ളതാ നബിയേ അത് പ്രവാചകന്മാർക്കുള്ളതല്ല അത് ശുഹദാക്കൾക്കുള്ളതല്ല പിന്നെ ആർക്കുള്ളതാ നബിയേ ഹും ഖൗമൻ തുഹാബു ബിറൂഹില്ലാഹ് അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച 2 കൂട്ടുകാർ അള്ളാഹിന് വേണ്ടി സ്നേഹിച്ച 2 കൂട്ടുകാർ അവർക്കുള്ളതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് ഈ നിസ്കരിക്കുന്നവനും നോമ്പ് പിടിക്കുന്നവനും നന്മ ചെയ്യുന്നവനും അല്ലാഹുവേ എല്ലാ ഇബാദത്തുകളും ചെയ്യുന്ന പെണ്ണും കൂട്ടുകാർക്ക് വേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യാൻ നമ്മൾ തയ്യാറാകും നീ എന്തിനാണ് അവളെ സഹായിച്ചത് വാടാ അടിച്ചോണ്ട് വാടാ ഏതെങ്കിലും അച്ഛനും അമ്മയും കഷ്ടപ്പെടുത്തു വളർത്തുന്ന പൊന്നുമോളെ നീ അടിച്ചിറക്കി കൊണ്ടുവാ ഞാൻ സാക്ഷി പറയാം ഞാൻ നിൽക്കാൻ കൂടെ നിസ്കരിക്കുന്നവന് പള്ളിക്ക് വരുന്നവൻ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനും അതിന് തയ്യാറാവുകയാ എന്ത് കള്ളത്തരവും നീ ചെയ്യത്തില്ല നിന്റെ ഫ്രണ്ടിന് വേണ്ടി ചോദിച്ചാ പറയും ഫ്രണ്ടല്ലേ ഉസ്താദേ എന്റെ ചങ്ങാതിയല്ലേ എന്റെ കൂട്ടുകാരന് വേണ്ടി എന്റെ കൂട്ടുകാരികൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമല്ലോ എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ യാ വൈലതാ
ലൈതനീ ലം അത്തഖിദു ഫുലാനൻ ഖലീലാ. കൂട്ടുകാർക്ക് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യണ ചില ചങ്ങാതിമാരുണ്ട്. അവര് കള്ളു കുടിക്കത്തില്ല, കഞ്ചാവ് അടിക്കത്തില്ല, പക്ഷേ കൂട്ടുകാർക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്തു കൊടുക്കും. അല്ലാഹ് പറയുകയാ, നാളെ നീയൊക്കെ കരയും. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നിട്ട് നീ തന്നെ ശപിക്കും, യാ വൈലത്താ, എന്റെ നാശമേ, എന്റെ നാശമേ. അല്ലാഹുവേ പരലോകത്ത് വെച്ച് പറയടാ, നിന്റെ കൂടെ കൂടാതിരുന്നിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നതാ, നിന്റെ കൂട്ടുകാരിയാക്കാതിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. നാളെ പരലോകത്ത് കിടന്ന് ശപിക്കുന്നത് കാണാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട്